ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് ജിൻഡോ ചേട്ടൻ്റെ സോന ചേച്ചിയുടെ വെഡ്ഡിങ്ങിൻ്റെ തലേന്ന്, അതായത് സംഗീത് നൈറ്റ്. അപ്പോൾ എല്ലാവരും സംഗീത് നൈറ്റ് അടിച്ച് പൊളിക്കാനുള്ള ഒരു മൂഡിലാണ് നിൽക്കുന്നത്. പിന്നെ കല്യാണച്ചക്കനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ. പിന്നെ കല്യാണച്ചക്കനെ മധുരം വെപ്പിനായിട്ട് കൊണ്ടുവന്നതിന് മുന്നേ പ്രയർ ഉണ്ട്. അപ്പോൾ പ്രയർ ചൊല്ലി കഴിഞ്ഞ് മധുരം വെപ്പിന് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. പിന്നെ മധുരം വെപ്പൊക്കെ കഴിഞ്ഞ് സോന ചേച്ചി വരുന്ന നേരത്താണ് ഈ പടക്കം പൊട്ടിക്കുന്ന പരിപാടി. അങ്ങനെ സോന ചേച്ചി എത്തിയതിന് ശേഷം നമ്മുടെ സംഗീത് നൈറ്റ് ഇവിടെ തുടങ്ങുകയാണ്. പിന്നെ അങ്ങോട്ട് എൻട്രി ഡാൻസ് ആയിരുന്നു, കപ്പിൾ ഡാൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ അത് അടിപൊളിയായിരുന്നു കേട്ടോ, പറഞ്ഞില്ല വേണ്ട. കാരണം നമ്മുടെ തന്നെ കസിൻസ് ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരുടെയും നല്ല രസമുള്ള കപ്പിൾ ഡാൻസ് ആയിരുന്നു. എല്ലാവരുടെയും വെറൈറ്റി സോങ്സ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഇപ്പം കപ്പിൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പപ്പേനെയും മമ്മീനെയാണ്. അവരാദ്യമായിട്ടാണെന്ന് തോന്നുന്നു കപ്പിൾ ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഏറ്റവും അടിപൊളി ഡാൻസ് എൻ്റെ പപ്പയും മമ്മയും കളിച്ചത് തന്നെയാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്ക് വീട്ടിൽ കയറണമല്ലോ. പിന്നെ ഈ കപ്പിൾ ഡാൻസ് ഒക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് ഗൈസ്. ഞാൻ പിന്നെ അവിടെ വീഡിയോ എടുക്കലിൻ്റെ തിരക്കിലായിരുന്നു. അങ്ങനെ എൻട്രി ഡാൻസിന് ശേഷം ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജിലേറ്റി. പിന്നെ പാരൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യലും കേക്ക് കട്ടിങ് ഒക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഫുള്ള് ഡാൻസുമായിരുന്നു. ഞങ്ങൾ കസിൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും വക അടിപൊളി ഡാൻസുകളൊക്കെ ആയിരുന്നു. പിന്നെ ഞാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസിന്. ഒരു ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തെടുത്ത ഡാൻസ് ആയ കാരണം കൊണ്ട് എന്നെ കുറച്ച് പാകപ്പിഴകളെല്ലാം സംഭവിച്ചിരുന്നു. എങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ എന്നാലും ഏറ്റവും ലാസ്റ്റ് കളിച്ച ഡാൻസാണ്. അതിലെല്ലാവരും ഉണ്ടായിരുന്നു. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ആ ഡാൻസ് കളിച്ചത്. അങ്ങനെ ഡാൻസ് പരിപാടി, ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ DJ തുടങ്ങി. ഇതിനായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. DJ അടിപൊളിയായിരുന്നു. DJ സ്റ്റാർട്ടായപ്പോൾ തൊട്ട് എൻഡ് ചെയ്യുന്ന വരെ ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഈ സാധനത്തിൻ്റെ ഇടയിൽ ഞാൻ വ്ളോഗ് എടുക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി ഗൈസ്. പിന്നെ മമ്മിയാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിൽ വീഡിയോസൊന്നും കിട്ടില്ലായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് വീഡിയോസ് എടുക്കണമെന്നുണ്ട്, എന്നാൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് പോകാനും പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. കാരണം അത്ര അടിപൊളി DJ. അങ്ങനെ DJ നൈറ്റൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ അത്ര ഇന്നത്തെ ഒരു വീഡിയോ. നെക്സ്റ്റ് വ്ളോഗിൽ നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.